ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഒരാളെ സഹായിക്കാനായിട്ട് പോവുകയാണ്. ഫിനാൻഷ്യലി സഹായിക്കാൻ നമ്മൾ കാശില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഒരാൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ വിചാരിക്കുവാണ്. ഇപ്പം സമയം 1 മണി ആവാറായി. അപ്പോൾ ആരെയും കണ്ടുപിടിച്ചിട്ട് ഒരു ഊണ് മേടിച്ച് കൊടുക്കാം എന്നുള്ള വിചാരത്തിലാണ് ഇന്ന് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അർഹരായപ്പെട്ട ആരെങ്കിലും കിട്ടുമായിരിക്കും. എന്നാലും നമുക്ക് ആദ്യം ഹോട്ടലിലോട്ട് പോകാം. ഗൈസ്, നമ്മളങ്ങനെ ചളിക്കോട്ടത്തുള്ള PVS ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഊണും ഒരു കുഴവ വർക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പാഴ്സലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ ഊണൊക്കെ വാങ്ങിച്ചു, ഊണും ഒരു കുഴവ വറുത്തതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആളെ കണ്ടുപിടിക്കണം. അവർ ഊണ് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കുഴവ കൂടി വെച്ചാൽ മതിയല്ലോ. പെട്ടെന്ന് തന്നെ ഒരു ഊണ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ വൈറ്റിലെ ഭാഗത്തോട്ട് നിൽക്കുവാണ്. റോഡിലാകട്ടെ നല്ല ഒച്ച ഉണ്ടാവും, മൈക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയാണെങ്കിൽ മൈക്കായത് കാരണം നല്ല നോയ്സ് ഉണ്ടാവും. അപ്പം ഇനി ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ. അപ്പോൾ വൈറ്റിലെ സൈഡിലോട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ വൈറ്റിലെ ഹബിൻ്റെ ഏരിയ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. സാധാരണ ആരെങ്കിലും കാണുന്നതാണ്, ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല. വൈറ്റിലെ ഹബിൽ നിന്ന് വൈറ്റിലെ ജംഗ്ഷൻ്റെ സൈഡിലോട്ട് വന്നു. ഞാനിവിടെ ഊണും പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സൈഡിൽ നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ തണലത്തോട്ട് വണ്ടി ഇപ്പോൾ ഒന്ന് മാറ്റി പാർക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇനി ഈ റോഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും പോകുന്ന കാണുവാണെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം. ഇപ്പോൾ സമയം 1 മണി ആയിട്ടേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ വരും വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആർക്ക് തന്നെ കൊടുക്കാം. ഞാൻ ഈ ചേട്ടനാണ് ഊണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ മുഖം കണ്ടപ്പോഴത്തേക്കും കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ഗൈസ്, അങ്ങനെ ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പുള്ളി ഹോട്ടലിലോട്ട് ഊണ് കഴിക്കാൻ പോകുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്. ഏകദേശം 1 മണിക്കൂർ എടുത്ത് ഒരാളെ കണ്ടുപിടിക്കാൻ. പല സ്ഥലത്ത് നിന്ന് അവസാനം പൊന്നുരുന്നിലോട്ട് തിരിയുന്ന ആ സൈഡിലാണ് എനിക്കൊരാളെ കണ്ടു കിട്ടിയത്. അങ്ങനത്തെ ഒരാളെ ഡിസർവിങ് ആണ് എന്ന് തോന്നിയ ഒരാളെ കണ്ടു കിട്ടിയത് അവിടെ വെച്ചിട്ടാണ്. അപ്പം പുള്ളി ഹോട്ടലിലോട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയായിരുന്നു. ഞാനത് കൊടുത്തു. ഭയങ്കര സന്തോഷം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ.